ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഫയർ വോൾട്ടിൻ്റെ ഒരു സ്മാർട്ട് വാച്ചാണ്. ആർട്ടിലറിയിൽ പെട്ടതാണ്, ആർട്ടിലറി ഡിസൈൻ പെട്ട. അപ്പോൾ ഇതിൽ GPS വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫുൾ HD ആണ് വരുന്നത്. 1.5 mm ഡിസ്പ്ലേ ആണ് വരുന്നത്. MM അല്ല, ഇഞ്ച് വരുന്നത് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ ബിൽറ്റ് ഇൻ മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൽ 320 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ദിവസം അൺബോക്സിങ് വീഡിയോ അല്ല, നമ്മളിത് വർക്ക് ചെയ്ത് നോക്കിയാണ് ഏകദേശം ഒരാഴ്ച കിട്ടുന്നുണ്ട്. 7 ദിവസം നമുക്കിത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ പറഞ്ഞാൽ നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഥവാ ബാറ്ററി ചാർജ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായി ഓഫായി കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം റീസെറ്റ് കറക്റ്റ് ടൈമില്ല, പിന്നെ വീണ്ടും നമ്മൾ ടൈം സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഓഫ് സിസ്റ്റയിൽ വരുന്നില്ല, മെമ്മറിയിൽ വരുന്നില്ല. അപ്പോൾ ഓഫായി കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ ഫസ്റ്റ് തൊട്ടേ നമ്മൾ ഡേറ്റും ടൈമൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ സ്പോർട്സിൻ്റെ 105 സ്പോർട്സ് മോഡ്സ് ഉണ്ട്. പിന്നെ അതാ ഇതിൽ ബ്ലൂടൂത്ത് കാളിങ്, അതേപോലെ തന്നെ ട്രാക്ക് SpO2 വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ്, അതേപോലെ തന്നെ 105 സ്പോർട്സ് മോഡ്, അതേപോലെ തന്നെ ഹെൽത്ത്, ഫീമെയിലിൻ്റെ ഹെൽത്ത് കാണാം. അതേപോലെ തന്നെ സ്ലീപ്പിംഗ് മോണിറ്ററിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഉണ്ട്. പിന്നെന്താ IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്തതാണ്, ഓപ്പൺ ചെയ്തതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് എന്ന് പറഞ്ഞാൽ വയർലെസ് ചാർജിങ് ആണ് വരുന്നത്. നല്ലൊരു ചാർജർ ഉണ്ട്, അത്യാവശ്യം വാട്ട്സിലെ ചാർജർ തന്നെയാണ്. ഇപ്പം പെട്ടെന്ന് ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പവർ ഒന്ന് ഓണാക്കി നോക്കാം. നമ്മുടെ ഹോം എഴുതിയ ഇവിടെയുള്ള ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് പവർ ഓൺ ആകുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം ടൈം ഫോർമാറ്റ് നമുക്ക് ഇങ്ങനെ മാറ്റാം. ടൈമിൻ്റെ ഈ ഒരു ഡിസ്പ്ലേ ഡയൽ പാഡ് നമുക്ക് മാറ്റാം. ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വേറെ നമ്മളെ ഫോട്ടോസൊക്കെ വെക്കുക, അതുപോലെ ചെയ്തതാണ്. അപ്പോൾ ഇതിലുള്ളത് നമ്മൾ ഇതിൻ്റെ ആപ്പിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൽ ആദ്യമുള്ള സെറ്റിങ്സാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇത് ഈ മോഡാക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ നീക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സെറ്റാവും. അതേപോലെ തന്നെ നമുക്ക് മുകളിലുള്ള ഈ മെനു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം സ്ലീപ്പ് മോഡ്, ഹാർട്ട് റേറ്റ്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. പിന്നെ ഈ ഒരു മോഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി, പിന്നെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ബോൾ ഒന്ന് വലിച്ചിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മളിവിടെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയത് കൊണ്ടാണ് ആ ഒരു ബ്ലൂവിൽ ഇൻഡിക്കേഷൻ കാണുന്നത്. കാൾ ഹിസ്റ്ററി. അപ്പോൾ ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് കാൾ ഹിസ്റ്ററി അങ്ങനെയൊക്കെ വരും. താഴെയുള്ള ഹോം എന്ന് എഴുതിയ കാൾ ഹിസ്റ്ററി വരും. ഉൾവശത്ത് മെയിൻ ഇതാണ് വരിക, മെയിൻസാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരത്തെ വെച്ചിട്ട് പോലെ ഈ ഒരു QR സ്കാൻ കാണാം. QR സ്കാൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആപ്പ് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് സ്കാൻ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ബോക്സിൻ്റെ മുകളിലും നമുക്ക് QR സ്കാൻ വരുന്നുണ്ട്. അതേ സ്കാൻ ഒന്നെങ്കിൽ ഈ ബോക്സ്, അപ്പോൾ നമ്മളെ ബോക്സൊക്കെ മിക്സായി പോയി കഴിഞ്ഞാൽ, അഥവാ ഇനിയിപ്പോൾ വേറെ ഏത് ഫോണിലേക്ക് ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു QR കോഡ് നമുക്ക് ഇതിൽ തന്നെ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആപ്പിലേക്ക് പോകുന്നതായിരിക്കും. പിന്നെ നമുക്കിതിൽ 1 ഇയർ വാറൻറ്റിയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്മാർട്ട് വാച്ച് യൂസർ മാനുവൽ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഫുള്ള് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നെ ഉണ്ട്. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഇത് നമുക്ക് ചാർജ് ചെയ്യുമ്പോഴുള്ള ഇതാണ് കാണിക്കുന്നത്, ചാർജിങ്ങിൻ്റെതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ നമുക്ക് ഫോണിൻ്റെ ഏതെങ്കിലും ചാർജർ മതി. അപ്പോൾ ചാർജർ നമുക്ക് അവൈലബിൾ അല്ല. ഈ ഒരു USB-ൻ്റെ ഇത് കേബിളും അതേപോലെ തന്നെ വയർലെസ് ചാർജർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് നമുക്ക് ഈ കാണുന്ന ഒരു ഭാഗം, ഈ ചെറിയ കട്ടിങ്, ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. പവർ ഒന്ന് ഓണാക്കാം. പവർ ഓണാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ കാണാം ഈ ഒരു ചാർജ് എത്ര ശതമാനം അങ്ങനെയൊന്നും കാണിക്കില്ല. അപ്പോൾ ഈ ഒരു ഇതിലിങ്ങനെ കറക്റ്റ് കാണിക്കില്ല. അപ്പോൾ നമ്മൾ ചാർജ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് എടുക്കണം. അപ്പോൾ ഇതിൽ 22% ചാർജേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ചാർജ് ഫുള്ളായത് ഇവിടെ അങ്ങ് നിൽക്കും.
നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചാർജിൻ്റെ ഈ പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കാണാം 22, അങ്ങനെ ചാർജ് കറക്റ്റായിട്ട് കാണാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഫയർ വോൾട്ടിൻ്റെ നമുക്ക് ഇതിൻ്റെ കൂടെയും സ്കാനർ വരുന്നുണ്ട്. പിന്നെ 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ഇത് വാറണ്ടി പേപ്പറാണ് ഇത് വരുന്നത്. ഫയർ വോൾട്ടിൻ്റെ വാറണ്ടീൻ്റെ പേപ്പറാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്രീ ബുക്ക് മൈ ഷോ വൗച്ചർ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്തിട്ട് എങ്ങനെയാണ് എടുക്കുന്നത്, ഒരു വൗച്ചർ ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ കാണാം, ഇതിൽ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ദ ബോൾട്ട് പ്ലേ ആപ്പ്, അതേപോലെ തന്നെ റിഡീം ദ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഇതിലൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ആപ്പിലേക്കാണ് ഡയറക്റ്റ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്കാൻ വെച്ചിട്ട് നമുക്ക് ഈ ബോക്സിൻ്റെ മുകളിൽ ഈ സ്കാനർ വെച്ചിട്ട് നമുക്ക് നേരെ ആപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അതിനൊന്നും ചെയ്യാൻ നമ്മളെ ഫോണിൽ നമ്മൾ QR സ്കാൻ ചെയ്തിട്ട് ഈ ഒരു ആപ്പ് ഡയറക്റ്റ് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഓപ്പൺ എന്ന് കാണാം. ഈ ഓപ്പൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് അതേപോലെ തന്നെ iOS ഏത് ആപ്പിലേക്കാണ് പോകേണ്ടത് ഉണ്ടാവും. നമുക്ക് ആപ്പിളാണോ അല്ലെങ്കിൽ സാധാ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകുന്ന ആപ്പിലേക്കാണ് നമുക്ക് കിട്ടുക. നമുക്കിതിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കാണ് ഡയറക്റ്റ് കയറുക. അപ്പോൾ അതിലേക്ക് iOS ആണെങ്കിൽ iOS, അപ്പോൾ നമ്മളത് ആൻഡ്രോയിഡ് ഫോൺ അതിൻ്റെ അതിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൽ കൂടെ കാണാം FB ഡോട്ട് ഇട്ടിട്ട് ആക്റ്റീവ് എന്നുണ്ടാവും. ഈ ഒരു FB ആക്റ്റീവ് എന്ന ഇതിലേക്കാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അഗ്രി കൊടുക്കാനുണ്ട്. അഗ്രി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഇമെയിൽ ID ഇതിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യണം. ആപ്ലിക്കേഷനൊക്കെ ഓൺ ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആയി കൊടുക്കുക. പിന്നെ അതിനുശേഷം ഈ ഡിവൈസിൽ ഹോം ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിവൈസ് എന്നുണ്ടാവും. ഈ ഡിവൈസും കൂടെ ഓൺ ആയി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം താഴെ ഒരു നീല ചെറിയ റൗണ്ട് കാണാം. അപ്പോൾ നമ്മുടെ ഈ സ്മാർട്ട് വാച്ച് ആയിട്ട് ഈ ഒരു ഫോണായിട്ട് കണക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അത് ബ്ലൂടൂത്ത് ഓൺ ആകുമ്പോഴാണ് ബ്ലൂ. അതേപോലെ തന്നെ നമ്മുടെ ഡിവൈസായിട്ട് കണക്റ്റ് ആയത് ഫോണായിട്ട് കണക്റ്റ് ആയാൽ മാത്രമേ ഇവിടെയുള്ള ഈ ഒരു ഇത് വരുള്ളൂ. ഇതിൽ ആഡ് ഡിവൈസ് കൊടുക്കുക. ലൊക്കേഷൻ ഒന്ന് ഓണായി കൊടുക്കുക. ബാക്ക് അടിക്കുക. അപ്പോൾ സ്കാനിങ് വരും. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫയർ വോൾട്ട് 125 കണക്റ്റ്. അപ്പോൾ കണക്റ്റ് ആക്കി കഴിഞ്ഞാൽ കണക്റ്റിങ്. അപ്പോൾ ഇവിടെ കാണാം, കണക്റ്റ് എന്ന് കാണാം. ഫിനിഷ്. ഫേംവെയർ അപ്ഡേറ്റ് ഓക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അപ്ഡേറ്റ് ആയി കൊടുക്കുന്നുണ്ട്. ബാറ്ററി വാച്ച് ഇസ് ലോ പ്ലീസ്. ബാറ്ററി ലോ ആണെന്ന് പറയുന്നത്. നമ്മുടെ 22 ആയതുകൊണ്ട് സ്മാർട്ട് വാച്ചിലെ ബാറ്ററി ലോ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്ഡേഷൻ നമുക്ക് വീണ്ടും കൊടുക്കാം. ബാക്ക് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം സ്മാർട്ട് വാച്ചിൻ്റെ ഈ ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൽ പേഴ്സണലൈസ് ആണ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ നിക്ക് നെയിം, വെയിറ്റ്, മെയിൽ, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഏതെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. കറക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം വാച്ച് ഫേസ് മാർക്കറ്റിനുള്ളതിൽ വാച്ച് ഓൾ ഫേസസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ക്ലിക്ക് ചെയ്ത ഒരുപാട് അതായത് നമുക്ക് ഇവിടെയുള്ള ഈ ഒരു സ്ക്രീന് നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റാം. അപ്പോൾ ഇവിടെ കാണാം, ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ലോഡായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം അപ്പോൾ വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ കിടക്കുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. നെറ്റ്വർക്ക് ഓൺ ആയിക്കണം. അപ്പോൾ നമുക്ക് വാച്ചിൻ്റെ ബാറ്ററി ലോ ആണ്. അപ്പോൾ ആ ഒരു ബാറ്ററി ലോ ആയതുകൊണ്ട് ഇതൊന്ന് ആക്റ്റീവ് ആവുന്നില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് കണക്ട് ചെയ്യാം.
ബ്ലൂ ടിക്കിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഗ്രീനിലാണുള്ളത്. നമുക്ക് ഇത് ഈ ഒരു ഫേസ് കാണാം ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ വാച്ചിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ഏത് മാറ്റാം. നമുക്ക് ഇത് വേണമെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്യുക, അതേപോലെ ഡൗൺലോഡ് കൊടുക്കുക. നെറ്റ് വേണം. അപ്പോൾ നമുക്ക് OTA എന്ന് കാണിക്കും. ആ ഒരു ടൈമിൽ ഇവിടെ കാണാം. നമുക്ക് ഇവിടെ ഡൗൺലോഡിങ് നടന്നു കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ ഇവിടെ ഇതുപോലെ നമുക്ക് വാച്ചിൻ്റെ ഏത് വേണമെങ്കിൽ മാറ്റാം. നമുക്ക് ഈ ഒരു ഇപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ സാധാരണ ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മാറ്റാം. അപ്പോൾ ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു ഇതെപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇതേ മാറുള്ളൂ. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫിക്സഡാണ്. ഇപ്പോൾ ഈ ഒരു ഇനിയിപ്പോൾ നമ്മൾ ഇത് ചേഞ്ച് ആവുകയാണ് ചെയ്യില്ല, ഇവിടെയുള്ള ഇതേ ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ബാക്ക് അടിച്ചിട്ട്, അപ്പോൾ ഇതിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താലും കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ എടുക്കാം. ഇപ്പോൾ ലോഡായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ അങ്ങനെ എല്ലാ ഒരുവിധം നമുക്ക് ഒരുപാട് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൻ്റെ ഡയൽ നമുക്ക് ഇഷ്ടമുള്ളത് ദിവസം മാറ്റാം. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഇത് ഫ്രീ ഉള്ളതാണ്. ഫ്രീ ഇല്ലാത്തതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ ക്യാഷ് എടുത്ത് വാങ്ങുന്നുണ്ട്. ഇതൊക്കെ ഫ്രീ ആണ്. 85%, 58 ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോരു MB വ്യത്യാസം ഉണ്ടാവും. 92 ലാഗിങ് ആണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കാണാം OTA കാണാം. ഇപ്പോൾ കണക്റ്റ് ആവും ഇതിലേക്ക്. ലാഗ് കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് റീസ്റ്റാർട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഫസ്റ്റ് ഡൗൺലോഡാണ് വന്നത്. ഇനി നമ്മളെ വാച്ചിലേക്ക് കണക്റ്റ് ആവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഡൗൺലോഡ് ആവും. ഫോണിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ വരുള്ളൂ. പെട്ടെന്ന് OTA എന്ന് വരും. ഇത് കണക്റ്റ് ആവും. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഒരു 10-20 ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസം നമുക്ക് മാറ്റണമെങ്കിൽ ഈ ഒരു ടൈം എടുക്കില്ല. അപ്പോൾ ഈ ഒരു ഇത് എടുക്കുള്ളൂ. ഇങ്ങനെ OTA കാണിക്കും. ഡയറക്റ്റ് അതിലേക്ക് വാച്ചിലേക്ക് ആവും. അപ്പോൾ നമ്മൾ വേറെ ചെയ്യണമെങ്കിൽ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അപ്പോൾ നമുക്ക് MB ഇങ്ങനെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് നെറ്റ് ഓൺ ആക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ചേഞ്ച് ആയി കാണാം. അപ്പോൾ അങ്ങനെ ഏത് ഡയലും നമുക്ക് ഇതുപോലെ ചേഞ്ച് ചെയ്യാം. നമുക്ക് പിന്നെ ഒന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ഈ ഒരു വാച്ചിൻ്റെ ഇത് വന്ന സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സ്ട്രാപ്പ് വേർത്തിന്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇവിടെ കാണാം ചെറിയ ലോക്ക് പോലെ. നമ്മളിത് ആദ്യം കുടുക്കി ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇതിലേക്ക് ഇടുക. ഇവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ടാവും. കട്ടിങ്ങിലേക്ക് ഇത് ആദ്യം ഇടുക, പ്രസ് ചെയ്യുക, കൊടുക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മെനുവിൻ്റെ മോഡൊക്കെ നമുക്ക് മാറ്റാം. പിന്നെ നമ്മളെ നേരത്തെ സെറ്റിങ്സ് ഉണ്ട്. ഈ ഒരു സെറ്റിങ്സ് പോവുക. ലാംഗ്വേജ്, സ്ക്രീൻ ആകുമ്പോൾ എത്ര ടൈം നിൽക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. ടൈമൊക്കെ കാണുമ്പോൾ വണ്ടിയിലൊക്കെ പോകാച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക് ലോക്കാവും നേരെ വെച്ച് കഴിഞ്ഞാൽ. ജസ്റ്റ് നമ്മൾ ടൈം കൊടുത്തത് എപ്പോഴാണ് വെച്ചാൽ ആ ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടൈം പിന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. മോഷൻ സെൻസർ വരുന്നുണ്ട് ഇതിൽ. പിന്നെ സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ, സ്പോർട്സ് കൺട്രോൾ, വെതർ, കാൾ റെക്കോർഡർ, കോണ്ടാക്റ്റ്, ഡയൽ പാഡ്, അലാറം, ടൈമർ, സ്റ്റോപ്പ് വാച്ച്, മൈ കാർഡ്, റെസിപ്റ്റ് കോഡ്. ഇത് കോഡ് പറഞ്ഞാൽ നമ്മളെ ഈ
ഗൂഗിൾ പേ അതേപോലെ തന്നെയൊക്കെ അതിൻ്റെ കോഡ് നമുക്ക് ഈ സെറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നത്. ഇവിടെ വലിച്ചിട്ട് കഴിഞ്ഞാൽ സെറ്റിങ്സ് നോട്ടിഫിക്കേഷൻ സ്റ്റൈൽ, ഈ സ്റ്റൈലാണ് നമ്മൾ പറയുന്നത്. മെനുയുടെ സ്റ്റൈൽ മാറ്റാം. 1ലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ 2 കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. സ്റ്റൈൽ 2 3 കുറച്ചുകൂടി വലിയ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ടോർച്ച് വരുന്നുണ്ട്. ടോർച്ച് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ ആണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് തോന്നെ ഉപയോഗിക്കാത്തത് നല്ലത്. ഡിസ്പ്ലേയുടെ ലൈറ്റ് നമ്മൾ ഡിസ്പ്ലേ വേഗം കംപ്ലൈൻ്റ് ആവും. ടച്ച് ചെയ്താൽ പോയി. ഒന്ന് മാക്സിമം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. പിന്നെ നമുക്ക് മെസ്സേജ് നോട്ടിഫിക്കേഷൻ അതേപോലെ തന്നെ വാട്സപ്പിലൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ഇതിലേക്ക് വരും. കണക്റ്റ് ആയിരിക്കണം, ബ്ലൂടൂത്ത് ആയിട്ട് കണക്റ്റ് ആയിരിക്കുകയാണെങ്കിൽ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോണിറ്ററിങ് വരും. മോണിറ്ററിങ് എന്ന സമയത്ത് ഈ സെൻസർ കാണാം. പക്ഷേ എനിക്കിതിലൊരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ഈ ഒരു സെൻസർ ഒരു സെൻസറേ വർക്ക് ചെയ്യുള്ളൂ. ഒരു സെൻസർ കംപ്ലൈൻ്റ് ഉണ്ട്. കിട്ടിയപ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ്. ഈ ഒരു 2 സെൻസർ വരുന്നുണ്ട്. 2 സെൻസറിൽ ഒന്നേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കയ്യിൽ വെക്കുന്ന സമയത്ത് അത്ര ആടാകുന്ന സമയത്ത് കറക്റ്റ് ഇവിടെ വർക്കാവില്ല. മെഷറിങ് പ്ലീസ് ലേറ്റർ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഒരു ലാഗിങ് വരുന്നുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ സോഫ്റ്റ് ആയ ഭാഗത്ത് വെക്കുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഈ ഒരു LED, അതായത് ഇതിൻ്റെ സെൻസറിൻ്റെ ഈ ഒരു സെൻസർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഈ ഒരു സെൻസർ മാത്രമേ വർക്ക് ചെയ്യൂ. ഈ ഒരു സെൻസർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങുന്ന സമയത്ത് ആ 2 സെൻസറും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ വേഗം റിട്ടേൺ അടിക്കുക. അപ്പോൾ നിങ്ങൾ റിട്ടേൺ അടിക്കാനുള്ള ടൈം കഴിഞ്ഞു പോയി. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ, സി യു.